അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് സൂറ അൽ ബുറൂജ് അവസാന ഭാഗം തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ذلك الفوز الكبير. ഇന്നല്ലദീന നൂനിന് ശബ്ദ വന്നു, അക്മൽ ഉന്ന നല്ലോണം മണിച്ചു കൊടുക്കുക കേട്ടോ. ഇന്നല്ലദീന ആമനു ലാമിന് ശബ്ദ വന്നു, 2 ഹർഫ് കുളിച്ചിരിക്കുന്ന കനം കൊടുക്കുക. ദാലിന് ശേഷം യാ മദ്ദു വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ആമനു ഹംസയുടെ മഖ്റജ് അക്സൽ ഹൽക്കാണ്, സൗണ്ടിന് വ്യക്തമാക്കി കൊടുക്കുക കേട്ടോ. ശേഷം അലിഫ് മദ്ദു വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ആമനു നൂനിൻ്റെ കൂടെ വാവ് മദ്ദു വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ആമനു വഅമിലുസ് സ്വാലിഹാത്തി വാവ് ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്ക്, സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക കേട്ടോ. അമിലുസ് സ്വാലിഹാത്തി ലാമിൻ്റെ കൂടെ വാവ് മദ്ദ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അടുത്ത വേർഡുമായിട്ട് കൂട്ടി ഓതുമ്പോൾ വാവ് മദ്ദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിച്ച് കൊടുക്കുക. വഅമിലുസ് സ്വാലിഹാത്തി സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ഇത്ബാഖിൻ്റെ അക്ഷരം കൂടി ആയതുകൊണ്ട് നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം ഉച്ചരിക്കാൻ കേട്ടോ. ഹൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ഹൻ്റെ കൂടെ അലിഫ് സ്വഗീറ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലഹും ജന്നാത്തുൻ തജ്രി ലഹും ഇവിടെ ഇദ്ഹാർ ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയ്ക്ക് ശേഷം ബാഉം മീമും അല്ലാത്ത മറ്റൊരക്ഷരം വന്നതുകൊണ്ട് മീം സാക്കിനയെ വ്യക്തമാക്കി ഉച്ചരിച്ചു കൊടുക്കുക. ലഹും ജന്നാത്തുൻ തജ്രി നൂനിന് ശ്രദ്ധ വന്നു, അക്മൽ ഒന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. അലിഫ് സ്വഗീറ കൂടെ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. താക്ക് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായിട്ടുള്ള ത വന്നു, തെൻവീനിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ തജ്രി ജീമ് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒറോ കെസ്റ ആയതുകൊണ്ട് നമ്മൾ താഴ്ത്തി ഉച്ചരിച്ച് കൊടുക്കുക കേട്ടോ. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഇവിടെ നൂൻ സാക്കിനയ്ക്ക് ശേഷം വീണ്ടും ഇഖ്ഫാൻ്റെ അക്ഷരമായിട്ടുള്ള ത വന്നു, നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. തഹ്തിഹ ഹൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ഹൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അടുത്ത വേർഡായിട്ട് കൂട്ടി ഓതി കൊടുക്കുമ്പോൾ അലിഫ് മദ്ദിനെ കട്ട് ചെയ്യും. അൻഹാർ ലാമ് അൽ അൻഹാർ ലാമ് കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. നൂനിനും ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നു, നിർത്തുമ്പോൾ റാക്ക് സുക്കൂനിട്ട് നിർത്തി കൊടുക്കുക. ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. തഹ്തിഹൽ അൻഹാർ ذلك الفوز الكبير ذلك ദാലിൻ്റെ കൂടെ അലിഫ് സ്വഗീറ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ذلك الفوز ലാമ് കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. ഫൗസു സായ് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഉച്ചരിക്കുക. നമ്മുടെ നാവിൻ്റെ ടിപ്പ് താഴെ മുൻപല്ലിൻ്റെ ഉൾവശത്ത് കൊണ്ടുവെക്കുക കേട്ടോ. നാവിനെ ഫ്ലാറ്റ് ആക്കി വെക്കുക, ഉയർത്താതെ ഉച്ചരിക്കുക. ദാലിക്കൽ ഫൗസുൽ കബീർ ലാമ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ മദ് ആഴൽ സുക്കൂനാണ് വരുന്നത്. മദ് ആഴൽ സുക്കൂനിൽ നിർത്തുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി പാരായണം ചെയ്ത് കൊടുക്കുക. ഇവിടെ നിർത്തുമ്പോൾ റോക്ക് സുക്കൂനിട്ട് നിർത്തുമ്പോൾ താഴ്ത്തിയാണ് നിർത്തി കൊടുക്കേണ്ടത് കേട്ടോ. ഫൗസുൽ കബീർ റോക്ക് സുക്കൂനും മുന്നേ മദ്ദക്ഷരമായിട്ടുള്ള യ വന്നു, അപ്പോൾ നമ്മളവിടെ താഴ്ത്തി ഉച്ചരിച്ച് കൊടുക്കുക. ഫൗസുൽ കബീർ ഇന്ന ബത്ഷ റബ്ബിക ലശദീദ് ഇന്ന ബത്ഷ ഇന്ന നൂനിന് ശബ്ദ വന്നു, അക്മൽ ഉന്ന നല്ലോണം മണിച്ചു കൊടുക്കുക.
ത്വ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഇഖ്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. നല്ലോണം തഫ്ഹീം ചെയ്യുക. അതോടൊപ്പം തന്നെ നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. അപ്പോൾ കൽക്കലയുടെ ലെറ്ററും കൂടി ആയതുകൊണ്ട് സുക്കൂനാവുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. ബഖ്ഷ റബ്ബിക റ ഫതഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. ബാക്ക് ശ്രദ്ധ വന്നു, 2 കൗണ്ട് 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ലശദീദ് അവസാനത്തിൽ മദ് ആരിദിൽ നിർത്തുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യുക. ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂനിൽ വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ്. ഇന്നഹു നൂനിന് ശ്രദ്ധ വന്നു, അക്മൽ ഉന്ന നല്ലോണം മണിച്ചൊടുക്കുക. ഹ വമീറിന് ശേഷം വാവു സ്വാഹിറ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹുവ യുബ്ദിഉ ഹുവ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. യുബ്ദി ഉ ബ കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. യുബ്ദി ഉ ഹംസയെ നല്ലോണം ക്ലിയർ ആക്കി കൊടുക്കുക. അക്സൽ ഹൽക്കിൽ നിന്നാണ് ഹംസ വരുന്നത്. സൗണ്ടിന് അയിനായി പോവാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. വയുബ്ദി ഉ വയുഈദ് വാവ് ഉച്ചരിക്കുമ്പോൾ ഇവിടെയും ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. അയിനിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, സൗണ്ടിന് ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. മദ് ആരിദിൽ നിർത്തുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി പാരായണം ചെയ്തിട്ട് വഖഫ് ചെയ്യുക. ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. വഹുവൽ ഗഫൂറുൽ വദൂദ്. വഹുവ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഹാഇൻ്റെ മഖ്റജ് അക്സൽ ഹൽക്കാണ്, സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക കേട്ടോ. വഹുവൽ ഗഫൂറു ലാമ് കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഗൈനിൻ്റെ മഖ്റജ് നമ്മുടെ തൊണ്ടയുടെ ആദ്യ ഭാഗം അദ്നൽ ഹൽക്കാണ്, സൗണ്ടിന് അയിനായി പോവാതെ ആ സൗണ്ടിൽ തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഗഫൂർ ഗഫൂറുൽ വദൂദ്. ഫഇൻ്റെ കൂടെ വൗമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വൊമ്മയായതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിച്ച് കൊടുക്കുക കേട്ടോ. വഹുവൽ ഗഫൂറുൽ വദൂദ് ലാമ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂനും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ് ആരിദിൽ നിർത്തുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി പാരായണം ചെയ്യുക. അതോടൊപ്പം തന്നെ ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ.